അമ്മയുടെ മാധ്യസ്ഥയിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 മഹത്വം യേശുവേ ആരാധന ഹല്ലേലൂയ 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 നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഓരോ രോഗം ഈശോ കാണിച്ചു തരുന്ന അനുസരിച്ച് കൊണ്ടും മനസ്സിൽ എന്നെ തോന്നിപ്പിക്കുന്ന അനുസരിച്ച് കൊണ്ടും പ്രാർത്ഥിക്കും. ഇപ്പോൾ കാണുന്ന ദർശനം പറഞ്ഞു തരാം. അതായത് ഒരു മനുഷ്യൻ്റെ നടുവ് എല്ലാം അവസാനിക്കുന്നിടം, നമ്മുടെ പൃഷ്ഠഭാഗം ഉൾപ്പെടെയുള്ളത്, അവന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരിപ്പ് രോഗിയായിട്ട് മാറിയിരിക്കുന്നു. അവൻ്റെ നടുവിൻ്റെ മൂടിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും അവനെ മുട്ടിനെ പൊങ്ങി കുന്തി നിൽക്കാൻ പറ്റാത്ത തളർന്നുപോയ അരക്കെട്ട് പോലുള്ള അവസ്ഥകൾ കർത്താവ് ഇപ്പം സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ രോഗസൗഖ്യ സന്ദേശത്തിന് ഇവിടെ രണ്ട് മെസ്സേജ് കൂടി ഈശോ പറയുന്നുണ്ട്. ഒന്ന്, ലീക്കാകുന്ന കിഡ്നിയും ലീക്കാകുന്ന അണ്ഡാശയങ്ങളും. രണ്ട് വ്യക്തികൾക്കാണ് രണ്ടിതാണ്. അതായത് രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അണ്ഡാശയങ്ങൾ നമുക്കറിയാം. അണ്ഡാശയങ്ങളും അതുപോലെ തന്നെ കിഡ്നിയും അതെല്ലാം സ്വെല്ല് ചെയ്യുന്നുണ്ട്. വെച്ചാൽ വെള്ളം ഇറ്റ് വീഴുകയോ അതുപോലെ തന്നെ ചോര ഇറ്റ് വീഴുകയോ ചെയ്യുന്നുണ്ട്. ഇത് മാരകമായ രോഗമാണ്. കർത്താവ് രണ്ട് വ്യക്തികളെ സുഖപ്പെടുത്തും. കക്കയില്ലേ, കടലിലെ കായലിലുണ്ടാകുന്ന കക്ക കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കാം, അതുപോലെ ആന്തരികമായ ചില അവയവത്തിൻ്റെ മുകളിലെ ഈ അക്കാരം പോലെ പല്ലിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടത്തില്ലേ, ഒരുതരം കാൽഷ്യം കിട്ടുകണ പോലെ ഇങ്ങനെ ശരീരത്തിൻ്റെ മുകളിൽ അവയവത്തിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പാട ചൂടി ബലമായിട്ടിരിക്കുകയാണ്. കർത്താവ് അത് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികടലിൽ നമ്മുടെ ചീനവലയുടെ തട്ടിൽ നിന്ന് മീൻ കിട്ടുമ്പോൾ നമ്മളൊരു കൊല്ലി കൊണ്ട് അല്ലെങ്കിൽ കോരി ഒരു സാധനം മീൻ പുറത്തോടെടുക്കത്തില്ലേ, അതുപോലെ ഒരു കാഴ്ചയാണ്. ചീനവലയാണെന്നൊന്നും അച്ഛനെ അറിയത്തില്ല. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് വലത് കൈയുടെ ഭുജങ്ങൾ, ബലമുള്ള മനുഷ്യൻ വലത് കൈയുടെ ഭുജങ്ങൾ തളർന്നിട്ട് ആ ജോലി കൈകൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതികളുടെ ശരീരത്തിൻ്റെ കക്ഷഭാഗങ്ങളിലും പിന്നീട് കക്ഷത്തിൻ്റെ പുറത്തും ഇതുപോലെ വെളുത്ത മുഴകൾ പോലെ, കുഞ്ഞു കുഞ്ഞു വെളുത്ത മുഴകൾ പോലെ, പുറ്റുപോലെ പിടിച്ചു വരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഇരട്ട മെസ്സേജാണ്. അതിൻ്റെ കൂടെയുള്ള കത്തി കൊണ്ട്, മീൻ വെട്ടുന്ന കത്തി കൊണ്ട് ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് വരകിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് ആക്രമിച്ചിട്ടുള്ളവർ മാനസാന്തരപ്പെടാനും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വകാര്യ സ്ഥലങ്ങളുടെ വീക്കങ്ങളും നീരുവീക്കങ്ങളും അതുപോലെ അലർജി രോഗങ്ങളെയും കർത്താവ് കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിലത്ത് കാല് ഊന്നുമ്പോൾ ഇടത് കാല് മാത്രം ഉറക്കും, വലത്ത് കാല് ഉറക്കണില്ല. അതുകൊണ്ട് ഇടതുകാല് പോലെ പതിയണ പോലെ വലതുകാല് പതിയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നല്ലവണ്ണം മുറുക്കി ചവിട്ടാൻ വേദന ഉള്ളത് കൊണ്ടോ മുറുക്കി ചവിട്ടാൻ ബലം പ്രയോഗിക്കാൻ പറ്റാത്ത കൊണ്ടോ ആയിരിക്കാം ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, കണ്ണ് കരുകരിക്കുന്നവരെ, കണ്ണ് മങ്ങുന്നവരെ രണ്ട് കൈകളും കണ്ണിൽ വെച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പല്ല് വല്ലാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. കുറേ വേദനയെടുത്ത് നടക്കും, പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, പിന്നീട് അത് കൊഴിഞ്ഞു പോകും. എന്താണ് രോഗമെന്ന് വ്യക്തമല്ല. കർത്താവ് കീഴ്മോണകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു കൊടുക്കുന്ന ശ്രദ്ധിക്കട്ടെ. കൈകളാ ശിരസിൽ വെക്കുക. തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ രണ്ട് കൈകളും ശിരസിൽ വെക്കുക. ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള വിവിധ രോഗങ്ങളുടെ മേൽ
ദൈവിക ആധിപത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയും മാലാഖമാരും രക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭാഷാപരം കിട്ടുന്നവരെ ഭാഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. നിന്റെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അപ്പാ. സ്വർഗീയ അപ്പാ, അങ്ങയുടെ പുത്രന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില് നിന്റെ കൈകൾ നീട്ടണമേ അപ്പാ. സ്വർഗീയ അപ്പാ, നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എല്ലാ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഓരോ ഭവനങ്ങളിലും കൃപാസനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത മക്കളുടെ മേൽ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തപ്പോൾ മക്കളുടെ മേൽ നിന്നെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നീ തിരഞ്ഞെടുത്ത മക്കളുടെ മേൽ അവരുടെ അവകാശം ഓഹരിയാകുന്ന അടയാളം കൊണ്ട് അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ. അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് സകല രോഗങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ മാറിപ്പോകട്ടെ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടതിലെ 3 കലാശാലകളിൽ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒന്ന്, ചുണ്ട് തടിച്ചു വരുന്നവര്, ചുണ്ട് വല്ലാണ്ട് തടിച്ചു വരുന്നവര്, ചിലപ്പോൾ ഓറൽ ക്യാൻസർ ആകാം. അതുപോലെ തന്നെ ഇടത് ബ്രസ്റ്റിൻ്റെ താഴെ പള്ളയ്ക്ക് പൊക്കിളിൻ്റെ ഇടത് വശത്ത് എപ്പോഴും പൊള്ളുന്ന പോലെ വേദന ഉള്ളവർ, അവരവിടെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരും ഇടത് ബ്രസ്റ്റ് താഴെ കരളിന് വീക്കമുള്ളവരും അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അസ്ഥി രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, തോളിൻ്റെ അസ്ഥികൾ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങൾ അസ്ഥികൾ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ അസ്ഥിക്കൂടത്തിൻ്റെ വലതുവശത്ത് വേദനിക്കുന്നവരെ, അവരെല്ലാം കർത്താവ് അസ്ഥിയുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പടരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ശക്തി ഈ നിമിഷത്തിനെ സുഖപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കട്ടെ, മൂക്കിൻ്റെ ഇടത് ഭാഗത്ത്, അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്ത വ്യക്തികൾ, അവിടെ അടിനോടിനെ രോഗമുള്ളവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ മക്കളെ മൗനമായി മുട്ടി നിൽക്കുക. കർത്താവ് നമുക്ക് വചനം തന്നതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കർത്താവ് വചനം പ്രഘോഷിച്ച ആ സായാഹ്നത്തിലാണ് അത്ഭുതകരമായ മീൻപിടുത്തം നടന്നത്. ആ വചനത്തെ വിശ്വസിച്ചവർക്കെല്ലാം കർത്താവിൻ്റെ അടയാളം കാണിച്ചു കൊടുത്തു. വചനവും വിശ്വസിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുകയും വചനം ശക്തീകരിക്കപ്പെടുകയും സൗഖ്യമായി അനുഭവവേദ്യമാകുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ വേദനകളെക്കൂടി ഞാൻ എൻ്റെ ജന്മം കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ വേദനിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം വേദനിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ സമാധാനം നഷ്ടപ്പെടുന്ന സമയത്തെല്ലാം കണ്ണീരുമായി കർത്താവ് തിരുസന്നിധിയിൽ ഞാൻ കണ്ണീർ കൊന്തമായി നിന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവ് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പോംവഴികളാണ് നമുക്കിന്ന് ഉടമ്പടി പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടും ഒക്കെ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല ദൈവം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടെ അരികിൽ നിൽക്കുന്നത്. നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർക്കുക, ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച വിഷയങ്ങളെല്ലാം ഓർക്കുക. കർത്താവ് അതിൻ്റെ മേൽ തീരുമാനം എടുക്കാൻ പോകുന്ന, കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിൻ്റെ മക്കളുടെ വിഷയങ്ങൾ, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ വരുമാന മാർഗങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ, നിൻ്റെ വിദ്യാഭ്യാസ മാർഗങ്ങൾ, നിൻ്റെ പരീക്ഷാ മാർഗങ്ങൾ, നിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥകൾ, നിൻ്റെ കടങ്ങൾ, സ്ഥലം വിറ്റുമാറ്റാത്ത തടസ്സങ്ങൾ, നിൻ്റെ യാത്രയുടെ തടസ്സങ്ങൾ, വിദ്യാഭ്യാസ കഷ്ടങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന രക്തം മഴ പോലെ
കർത്താവേ, ഓരോ മക്കളുടെ പേര് തളിക്കപ്പെടട്ടെ. ദോഷങ്ങള് ഈ ധ്യാനം എവിടെയല്ല എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നുവോ ലോകവ്യാപകമായ രീതിയിൽ ഈ ധ്യാനം കൂടുന്ന മക്കളുടെ പേരെല്ലാം, എല്ലാ കുടുംബങ്ങളുടെ പേരെല്ലാം, ജീവിത സങ്കടങ്ങളുടെ പേരെല്ലാം, സാമ്പത്തിക കടങ്ങളുടെ പേരെല്ലാം, അവരുടെ മക്കളുടെ ദുർനടപ്പിന്റെ പേരെല്ലാം, പൈസാചികളുടെ പേരെല്ലാം, ഒട്ടിച്ചത്തിന്റെ പേരെല്ലാം, എല്ലാ തരത്തിലുള്ള പേരാളുകളുടെ പേരും യേശുവിന്റെ രക്തം പടരട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. അച്ഛൻ ഇവിടെ ഓർക്കാത്ത വിഷയങ്ങൾ എൻ്റെ മക്കള് പരിശുദ്ധവനെ മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഉടമ്പടി ചെയ്യാൻ പോകുന്നവരാകാം, ഉടമ്പടി വെച്ച വിഷയമാകാം, പുതുക്കിയ വിഷയമാകാം. അച്ഛനിവിടെ ഓർക്കാത്ത വിഷയങ്ങൾ, ഇനി ഉടമ്പടി വെക്കാൻ മറന്നുപോയ വിഷയങ്ങൾ എല്ലാം ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. അപകടങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് തളർന്നുപോയവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇരിപ്പ് രോഗികളായിപ്പോയവർ, ഓപ്പറേഷനിൽ അകത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുന്നവർ, അകത്ത് കമ്പി ഇട്ടിരിക്കുന്നവർ, എടുക്കാൻ പറ്റാത്ത രീതിയിൽ, നടക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതം ഇരുട്ടലായിപ്പോയവർ, അമ്മയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മ ഇപ്പോഴും അവരുടെ അടുത്ത് ചെല്ലണം. കിടപ്പ് രോഗികളൊക്കെ അവർക്ക് ആവതില്ല. അവർ മറ്റവരുടെ സഹായം കൊണ്ട് അവർ ജീവിക്കുകയും അവരെ നോക്കുന്നവരും മാനസികമായി തളർന്നിരിക്കുന്നു, പണപരമായി തളർന്നിരിക്കുന്നു. അമ്മേ, എല്ലാവരെയും അമ്മ സ്പർശിക്കാൻ ഈശോയുടെ ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ മകളുടെ 41 വയസ്സായിട്ടുള്ള മക്കളൊക്കെ ഇന്നലെ കല്യാണത്തിന് ഇതുവരെ കല്യാണം കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വിഷയമൊക്കെ വീട്ടും ഇപ്പോൾ എടുക്കണം. നമ്മൾ 30 വയസ്സിന് മേലുള്ള എല്ലാവരെയും നമ്മൾ അൾത്താരയിൽ ഓർക്കുന്നു. 30 വയസ്സ് മേലുള്ളവർക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലവരുടെയും വിഷയമാണ് എന്ന് വിചാരിക്കരുത്. അവർ കെട്ടാതെ നിൽക്കുന്നത് നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ അർത്ഥം നിനക്ക് ദൈവസ്നേഹമില്ലെന്നാണ്. നിനക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ പങ്കാളിത്തമില്ലെന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ വെളിപാട്. അത് ഓർത്തേക്കണം. അവരുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ വിഷയങ്ങളാണ്. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മക്കൾ, വീട് സ്ഥലവുമില്ലാത്തവരെ, സ്ഥലമുണ്ട് വീടില്ലാത്തവർ, ഉറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവർ, ഭാഗോടമ്പടി നടക്കാത്ത കാരണം ആർക്കും ഒന്നും കിട്ടാതിരിക്കുന്നവർ, തർക്കപ്പുരയിടത്ത് താമസിക്കുന്നവർ, കേസിലകപ്പെട്ടവർ, അവരുടെ മേലെല്ലാം ദൈവമല്ലാതെ അവർക്കാരുമില്ല. പക്ഷെ ദൈവം അവർക്കുണ്ട്, പരിശുദ്ധ അമ്മ അവർക്കുണ്ട്. സമയമായില്ല എന്ന് പറഞ്ഞാലും യേശുവിനോട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ ദൈവിക ഇടപെടലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയത് അമ്മയാണ്. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ജോലിയുടെ സാങ്ഷൻ ആകുന്നില്ല, ചിലർക്ക് ഗവൺമെൻറ് അക്രഡിഷൻ കിട്ടണില്ല, ചിലർക്ക് സ്ഥിര നിയമനം കിട്ടണില്ല, ചിലർക്ക് PhDക്ക് ഗുരുവിനെ കിട്ടണില്ല, ഗൈഡിനെ കിട്ടണില്ല, ചിലർക്ക് ഓഫർ ലെറ്റർ ഉണ്ട്, പൈസയും കൊടുത്തതാണ്, പക്ഷേ യാതൊരുവിധ റിട്ടേൺസും മെസ്സേജൊന്നും ഇല്ല, വിസ വരുന്നില്ല, വിസ തടസ്സങ്ങൾ, പരീക്ഷ തടസ്സങ്ങൾ. ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട് പല കോളേജുകളിലും. വിൽക്കാനുള്ള സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റാ കിടക്കുന്നത്, ജപ്തിയിലേക്ക് കിടക്കുന്ന സ്ഥലങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഡൈവേഴ്സിലായി പോകുന്നവർ, മക്കൾ പങ്കിട്ടെടുത്തവർ, അതിന് കോടതി കയറുന്നവർ, വേറെ ചില വിഷയങ്ങളൊക്കെ കോടതി കയറുന്നവർ, അവസാനത്തെ വിധി അനുകൂലമാകാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെ മേലെ ദൈവത്തിന്റെ കൃപ ചൊരിയാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളെയും ദുരിതങ്ങളെയും ഈ ആരാധനയോടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്ന് കേട്ട വചനപ്രകാരം ലോകത്തെ കീഴടക്കി തിന്മയുടെ മേൽ വിജയം വരിച്ച് സുവിശേഷ സാക്ഷികളാക്കി ദൈവമഹത്വം കരയേറ്റുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ചില ആൾക്കാർ വളരെ സങ്കടത്തോടെ ഉടമ്പടിക്ക് ആശീർവാദം നഷ്ടപ്പെട്ട് ഇവിടെ കണ്ണീരും കയ്യാട്ട് അടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉടമ്പടിക്ക് ആശീർവാദം തരാനൊരു മാർഗ്ഗമില്ല. കാര്യം ഉടമ്പടിക്ക് ആശീർവാദം അതിൻ്റെ പ്രമാണം പോലെയുള്ള പ്രധാനപ്പെട്ടതാണ്. അത് കൈമോശം വന്നു പോയാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ലത്. നമുക്ക് വേറെ ഒരെണ്ണം തരത്തില്ല. കാര്യം അത് ഉടമ്പടിയുടെ ഭാഗമാണത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു പോകുമ്പോഴേ അവർക്ക് വേറെ ഉടമ്പടി എടുക്കാം. ചില ഉടമ്പടിക്ക് ആശീർവാദം നിർബന്ധമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേറെ ഉടമ്പടി എടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സീനിയോറിറ്റി നഷ്ടപ്പെടത്തില്ലേ? സീനിയോറിറ്റി നഷ്ടപ്പെടത്തില്ല. ഞങ്ങൾ ആ പഴയ പേപ്പറിൻ്റെ കൂടെ പുതിയ പേപ്പർ വെച്ച് പിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പണ്ടത്തെ ഉടമ്പടിയാണ്. ചിലപ്പോൾ 5 ഉടമ്പടിയൊക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് പുതിയ എടുക്കാൻ ഭയങ്കര സങ്കടമാണ്, പഴയ സീനിയോറിറ്റി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പഴയത് കൂടി, പഴയ പേപ്പറിൻ്റെ കൂടെ പുതിയത് കൂട്ടിച്ചേർത്ത് തരാം. പക്ഷേ ഉടമ്പടി കാശ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് അതിൻ്റെ വില ഇപ്പോഴും പലർക്കും അറിയാം. ഒരു ചില കാണ്ടാമൃഗങ്ങൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതാണ് കുഴപ്പം. അവർ കാണുന്നവർക്ക് ഇത് കൊടുക്കും, മകൾക്കൊക്കെ കൊടുത്തു വിടും. സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലുമൊക്കെ ബുദ്ധിബോധമില്ലാത്ത ആൾക്കാരാണ്, അവർക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അത് ഉടമ്പടിക്ക് ആശീർവാദത്തിലാണ് ഉടമ്പടി നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രഖ്യാപിതമായ ആദ്യം അമ്മ വെളിപ്പെടുത്തി ഉടമ്പടിക്ക് ആശീർവാദം. അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പല ആൾക്കാരും അതിന് അവരുടെ ഉടമ്പടി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ എപ്പോഴുമുള്ള സ്മരണ, പഴയ നിയമത്തിൽ ജ്ഞാപകം, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവർ ജ്ഞാപകം തലയ്ക്ക് മുകളിൽ കെട്ടി തൂക്കുമായിരുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോൾ വരെ ഉണ്ടാകും. അതൊരു സംഭവമാണ് മരിയൻ ഉടമ്പടിയിൽ ആശീർവാദമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അത്രയും സീരിയസ് ആണ് വിഷയം. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നിയമം മാറുന്നുണ്ട്. അതായത് പണ്ട് ഈ മാതാപിതാക്കന്മാർ ഉടമ്പടി ചെയ്താൽ മക്കൾക്ക് അതും കൊണ്ട് വരാൻ പറ്റും. പക്ഷെ വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കൾ അമ്മയുടെ ഉടമ്പടിയും കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, അമ്മ ഉടമ്പടി ചെയ്യും, മക്കൾക്ക് നെറ്റിയെക്കുറിച്ച് എടുക്കാത്ത മക്കൾ വന്ന് അമ്മയുടെ ഒന്നുതള്ളും മേടിച്ചുകൊണ്ടിടെ വന്ന് ഇവിടെ മുട്ടയിൽ നിൽക്കുന്നത്. അവിടെ നിന്ന് വരുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ, നിങ്ങൾക്കറിയാമല്ലോ, മര്യാദക്ക് ഉടമ്പടി ജീവിക്കുന്ന 10,000 കാണാൻ പറ്റാതെ ഈ പെരിച്ചായ നമുക്ക് കാണേണ്ടി വരികയും ഇവർക്ക് ഉടമ്പടിയായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ നിയമം മാറുകയാണ്. നിങ്ങൾ അൾത്താറെ വരണമെന്നുണ്ടെങ്കിൽ മക്കളും ഉടമ്പടി എടുത്തിരിക്കണം. അപ്പം നമ്മുടെ കുടുംബത്തിൽ 2 പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ പാടില്ലെന്ന് വേണ്ട നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റുകയാണ്. കാര്യം എനിക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ ഈ ലൂപ്പ് ഹോളിലൂടെ അമ്മയുടെ ഉടമ്പടി ഇവളൊന്നും ചെയ്യത്തില്ല, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന പോലും ചെല്ലത്തില്ല, ആ പത്രം കൊടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇവ പ്രാർത്ഥിച്ചൊക്കെ ജയിക്കണം, കൈ നനയാതെ മീൻ പിടിക്കണം. അപ്പം അങ്ങനെയുള്ള ഫ്രോഡുകളെ മാറ്റാൻ വേണ്ടിയാണ് മര്യാദക്ക് ഉടമ്പടി എടുക്കുന്നവരെ മാത്രമേ ആൾക്കാരെ കയറ്റത്തുള്ളൂ. അവരുടമ്പടി രോഗികൾക്ക് മാത്രമേ ഇതിനകത്തൊരു വിട്ടുവീഴ്ച ഉള്ളൂ. രോഗി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, രോഗിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലേ. ഇപ്പോൾ 4th സ്റ്റേജൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ രോഗികൾ, അവർ ഗുരുതരമായ രോഗികൾ, അവർ അവരുടെ വീട്ടുകാരെടുത്താൽ മതി ഉടമ്പടി. വീട്ടുകാരായിരിക്കണം, അവിടെ താമസിക്കുന്നവരായിരിക്കണം, വല്ലവരും പോയി ഉടമ്പടി എടുക്കരുത്. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് രോഗികൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത രോഗികളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാവുന്നതാണ്.
അപ്പോൾ ഇനി പരീക്ഷക്കാരെല്ലാം അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കേണ്ടതാണ്.